I'm so glad to come and talk with you today. ഇന്ന് നിങ്ങളുടെ മുൻപാകെ ദൈവവചനവുമായി കടന്നു വരാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. So we will continue our talk, okay? നമ്മുടെ ദൈവവചന ചിന്ത നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. And we were discussing about, from Isaiah 53 verse 4 and 5, isn't it? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചിന്തിച്ചത്. In that subject, I already told you, there says, surely Jesus borne our sickness and carried our pain, and the chastisement of our peace came upon him, and by his stripes we were healed. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ എടുത്തു, വ്യാധികളെ അവൻ ചുമന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. So I already told you that we can expect God's touch to our life, and for our healing, you and I can ask the Lord by faith. അവനോട് ചോദിക്കുക എന്ന് വെച്ചാൽ, കർത്താവെ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട് എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. So today we will discuss about this matter little more deeply. നമുക്ക് കുറച്ച് ആഴമായി ചിന്തിക്കും കേട്ടോ. Hallelujah. So don't forget to subscribe the YouTube channel, that is WOB Bible. YouTube channel, ദയവായി subscribe ചെയ്താൽ. Please share this class with others also, so they can also come and join to your live class. അങ്ങനെ മറ്റുള്ളവർക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാലോ. So you can type some comments if you want to, or if you have any prayer request, you can just share, and surely we will pray for you. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. So I will watch the comment box, your prayer requests, നിങ്ങളുടെ പ്രാർത്ഥനാ അപേക്ഷകൾ ഞാൻ കമന്റ് ബോക്സിൽ നിശ്ചയമായിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും. And surely we will for you, നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. So please prayerfully listen the word of God. പ്രാർത്ഥനയോടെ ദൈവവചനം ചിന്തിച്ചാൽ. So in the last class, we were talking like, in Malayalam I said, one word in like this. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ അവൻ ചുമന്നു. Okay. But when you read in Isaiah 53 verse 4 and 5, you see like this, you read like this, പക്ഷെ യെശയ്യാ 53-4-5 നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ കാണുന്നേ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ എടുത്തു, വ്യാധികളെ അവൻ ചുമന്നു. So that is right, because the word in Hebrew language have these 2 and 3 meanings. It is included like അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബലഹീനത, രോഗം എന്നൊക്കെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് എബ്രായ ഭാഷയുടെ വിവർത്തനങ്ങളിൽ അപ്രകാരമുണ്ട്. So you see in 2 portions, in Isaiah 53 verse 4 and 5, and Matthew chapter 8 verse 17, that two are same scripture, but when you read it, you feel like in a different Malayalam version. മലയാളത്തിൽ നിങ്ങൾക്ക് യെശയ്യാ 53-4-5 വാക്യവും മത്തായി 8-17 വായിക്കുമ്പോൾ ചെറിയ ഒരു വേരിയേഷൻ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അത് രണ്ടും സെയിം ആണ് കേട്ടോ, രണ്ടും സെയിം ആണ്. But the literal meaning, it reads like this. എന്നാൽ അതിന്റെ ലിറ്ററൽ മീനിങ് ഇങ്ങനെ വരുന്നത്, surely Jesus bore our sickness. അവൻ നമ്മുടെ രോഗങ്ങളെ എടുത്തു. Okay, he carried our pain. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. Okay, the chastisement of our peace came upon him. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, and by his stripes we were healed. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. So don't forget to open your Bible if you have Bible with you. ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി ബൈബിൾ തുറന്ന് നോക്കിയത്. That is in Isaiah 53 verse 4 and 5, and Matthew chapter 8 verse 17. യെശയ്യാ 53-4-5, മത്തായി 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യവും. Okay, hallelujah. So I believe that you are reading that from the Bible.
Isaiah 53 verse 4 and 5, Matthew chapter 8 verse 17. Okay. യെശയ്യാവ് 53 4-5 വാക്യവും മത്തായി 8-ാം അധ്യായം 17-ാം വാക്യം. Okay. So today we are little more deeply going to study from God's word. Okay. So from the last class, I just want to repeat some of the points. Okay. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് ചില പോയിന്റുകൾ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സാക്ഷ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഷുവർലി ഹി ബോൺ അവർ സിക്നസ്. സോ ദാറ്റ് സിക്നസ്, രോഗങ്ങൾ എന്നുള്ള വാക്കിന് എബ്രായ ഭാഷയില് കോലി എന്നാണ്. ഇൻ Hebrew, the word sickness, that word is koli. Okay, that translated like weakness and sickness, so on. Okay, and secondly, the pain, he carried our pain. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നുള്ള ഭാഗത്ത് എബ്രായ വാക്കെന്ന് പറയുന്നത് in Hebrew it is makab. Hallelujah. That means അതിന്റെ അർത്ഥം പെയിൻ. ഓക്കെ, അതിന്റെ അർത്ഥം ദുഃഖം, വേദന എന്നൊക്കെയാണ്. So from last class, talking, I just want to take this scripture that is verse 2 and 3, Isaiah 53 verse 2 and 3. യെശയ്യാ 53 2-3 വാക്യങ്ങൾ നോക്കി. Isaiah 53 verse 2 and 3. Okay, Isaiah 53 verse 2 and 3. യെശയ്യാ 53 2-3 വാക്യത്തിൽ. Okay, hallelujah. Are you learning anything from this study? നിങ്ങൾ ക്ലാസ്സിൽ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? Okay, go in verse 2. രണ്ടാം വാക്യത്തിൽ നോക്കി. There is no beauty that we should desire him. So it became ugly, marked with ugliness, means his face became marred and so much disfigured himself because of the beating of the Roman soldiers. ഈ റോമ പടയാളികളുടെ കഠിനമായ പീഡനം കാരണം യേശുവിന്റെ രൂപഗുണമില്ലാതെയായി. മലയാളത്തിലെ രൂപഗുണമില്ല എന്നാണ്. So why Jesus became disfigured? യേശുവിന് രൂപഗുണമില്ലാതായത് എന്തുകൊണ്ടാ? So he can mold your disfigure. He can change your disfigure and give you beauty to your life. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപഗുണമില്ലാത്ത അനുഭവത്തെ നിങ്ങളെ പണിയാൻ കഴിവുള്ളവനാകേണ്ടതിനാണ് യേശു രൂപഗുണമില്ലാതെയായത്. And here says he became despised. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവൻ നിന്ദിക്കപ്പെട്ടു. He was despised, rejected by man. ത്യജിക്കപ്പെട്ടു. So okay, why he suffered like these things? രോഗശീലിച്ചവനായിരുന്നു. So he suffered with sickness and people hide their face from him. So why Jesus gone through such a rejection from men? എന്തുകൊണ്ടാണ് മനുഷ്യരുടെ മുമ്പിൽ അത്രമാത്രം നിന്ദിക്കപ്പെടുന്ന ചോദിച്ചാൽ നിങ്ങളെയും എന്നെയും പണിയാൻ കഴിവുള്ളവനാൻ വേണ്ടിയാ. So just to know, to make you to understand about this matter, just look here in Hebrews chapter 2 verse 18. എബ്രായ ലേഖനം 2-ാം അധ്യായത്തെ in book of Hebrews. Just go there. Please share this class with others also. Okay, and you can type your prayer request and comments, so I can see here in the down. I can see your comments. Okay, so if you have any prayer request, you can just share. Hallelujah. So here in Hebrews, go to the Bible. Please look here in Hebrews chapter 2 verse 18. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നോക്കി. Hebrews chapter 2 verse 18. Hallelujah. Okay, what do you see there? Hebrews 2 verse 18. നിങ്ങളുടെ എന്തോ കാണുന്നേ? എബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം നിങ്ങൾ എന്തോ കാണുന്നേ? For in that he himself has suffered
being tempted, he is able to aid those who are tempted, right? Hallelujah. Just with pausely, just you read it, okay? Slowly you just read it with emphasizingly, okay? That wordings. For in that he himself has suffered. യേശു കർത്താവ് കഷ്ടത സഹിച്ചത്, പരീക്ഷയിലൂടെ കടന്നുപോയത്, ജീസസ് ബീങ് ടെസ്റ്റഡ്, അവൻ പരീക്ഷിക്കപ്പെട്ടു. Hallelujah. When you look to that Gethsemane, right? Do you remember Gethsemane experience? ഗെത്സമനയിൽ യേശു കർത്താവ് അഭിമുഖീകരിച്ച ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. He just went alone, right? He went alone to a place and he knelt down and prayed. അവിടെ യേശു കർത്താവ് ഒറ്റയ്ക്ക് മുട്ടുമടക്കി പ്രാർത്ഥിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. So now, because of the upcoming sufferings which he is going to face, he just thinking about it, about the sin, the punishment of the sins which is going to come upon him. His sweat became like blood, the Bible says. യേശു കർത്താവ് വരാൻ പോകുന്ന ലോകത്തിന്റെ പാപവും ശാപവും തന്റെ മേൽ വരുന്ന എടുക്കേണ്ടതാണല്ലോ എന്നോർത്ത് യേശുവിന്റെ വിയർപ്പ് രക്തത്തുള്ളിയായെന്നാ പറയുന്നത്, അല്ലെ? Such a tension, such a that burden. This like his BP feeling, like it became higher and the sweat started coming as a blood. രക്തം പോലെ വേർപ്പ് തുള്ളി രക്തമായെന്ന് എഴുതിയിരിക്കുന്നത്. Hallelujah. Why he suffered like this? യേശു എന്തിനാ അങ്ങനെ സഹിച്ചേ? Why he gone through such a temptation? എന്തുകൊണ്ടാ കർത്താവ് അങ്ങനെ കഠിനമായ പരീക്ഷയിലൂടെ കടന്നുപോയെന്ന് ചോദിച്ചാൽ, Hebrews chapter 2 verse 18 says, എബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, എന്തിനാ കടന്നുപോയെ? യേശു അങ്ങനെ കഠിനമായിട്ട് സഹിച്ചേ? If you have Bible, please just read it, okay? And if you can type it, and you can do it also in the comment box, okay? Comment box type ചെയ്യാം കേട്ടോ. Okay, why he suffered like this? Why he was tempted in such a way? So that he is able to aid those who are tempted. So മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്തിനാ പരീക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ മലയാളത്തിൽ വായിക്കാവേ. താൻ തന്നെ പരിശീതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. Wow, hallelujah. Why? So he can help you. Some people used to say, I am in the level of deep pit and no one can help me. I am in such a way like deep bondage. No one can help me. If you are blaming in such a way, if you are saying like that, then I have a good news to say to you. Whatever situation you are in, whatever addiction you are in, bad addiction you are in, Jesus Christ able to help you and redeem you and deliver you. യേശു കർത്താവിന് നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷനിൽ ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കാൻ, സൗഖ്യമാക്കാൻ, സഹായിപ്പാൻ കർത്താവിന് കഴിവുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത്. He is able. Do you believe him? Are you ready to believe him? നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, if you are ready to believe him, the Lord is willing to help you. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. Do you remember the scripture in 1 Corinthians chapter 1 verse 18? 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Just you look there. 1 Corinthians chapter 1. 1 Corinthians chapter 1. Hallelujah. Okay. 1 Corinthians chapter 1 verse 18. Okay, നോക്കി ആ വാക്യം നോക്കി. 1 കൊരിന്ത്യർ 1:18. For the message of the cross is foolishness to those who are perishing, but to us who are being saved, it is the power of God. Hallelujah. അവിടെ എഴുതിയിരിക്കുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. What does that mean?
For those who are calling for the help of the Lord, കർത്താവിനോട് രക്ഷയ്ക്കായി വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, for to you this gospel of the cross, this message of the cross. What is the message of the cross? ക്രൂശിന്റെ വചനം എന്താണ്? The message of the cross is Jesus died on the cross to give you life, and with eternal life. ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് യേശു ക്രൂശിൽ മരിച്ചത് നിങ്ങൾക്കും എനിക്കും നിത്യജീവൻ നൽകാനെന്നാണ്. The message of the cross is because Jesus is wounded and suffered, and he pierced and he marred and brutally he wounded, so that's why you can get healed. ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സഹിച്ച വേദന, കഷ്ടത, രോഗം ശീലിച്ചവനായത് നിങ്ങൾക്ക് സൗഖ്യം നൽകാനാണെന്നാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. ഫോർ യു ഹാവ് എറ്റേണൽ ലൈഫ്. നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. യു ഹാവ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഈ ലോകത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. That only is possible if you believe Jesus Christ as your Lord and Savior with all your heart. If you accept Jesus in your life is going to be transformed by the power of God. നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് രൂപാന്തരപ്പെടുത്താനായി കഴിയും. നിത്യജീവൻ നിങ്ങൾക്ക് നൽകാനായി കഴിയും. At the same time, if you have any sickness or addiction totally destroyed, your life is no hope for your coming future, then if you come to the Jesus Christ, if you pray to the Lord, then he can give you to make you to your life to start a new life. നിങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമെങ്കിൽ God will give you a new life. Hallelujah. Are you ready to call him? നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ റെഡിയാണോ? Are you ready to call him? നിങ്ങൾ കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണോ? Then he will help you, my dear brother. കർത്താവ് നിങ്ങളെ സഹായിക്കും. Just look here in Romans chapter 10. I just want to go to that scripture. It is coming to my mind. Just you look here. ഈ വാക്യം നോക്കി, റോമർ അതിന്റെ 10-ാം അധ്യായം നോക്കി, അതിന്റെ 13-ാം വാക്യം നോക്കി. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 13. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നോക്കി. For whoever calls upon the name of the Lord shall be saved. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. So are you ready to believe him? That is the question. ആ കർത്താവിനെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് അവിടെയാണ് ചോദ്യം ഇരിക്കുന്നത്. Anyway, so if you believe Jesus Christ, you will see the glory of God. കർത്താവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. So now, the cross of Jesus Christ means the cross. When I say it, be clear that what I'm saying is that he suffered 2000 years ago. ഞാൻ ക്രൂശിനെ എന്ന് പറയുമ്പോൾ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സഫറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, കഷ്ടതയെ കുറിച്ചാണ് പറയുന്നത്, വ്യഥയെ കുറിച്ചാണ് പറയുന്നത്. So that what Jesus bore upon himself, that for your deliverance, okay? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സഹിച്ചത് നിങ്ങളുടെയും എന്റെയും വിടുതലിനായിരുന്നു. So first of all, I just want to give you some of the points. First of all, the message of the cross, യേശു കർത്താവിന്റെ ക്രൂശിലൂടെ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, that is a restoration. A restoration can give your life if you call upon the name of Jesus, and if you believe that Jesus, he became destroyed, he was broken. What I'm destroyed means he was broken on the cross, so that your life, he can make your life fixed back. He can fix you. Okay? Your broken life can be fixed. യേശു കർത്താവ് തകർക്കപ്പെട്ടത് നിങ്ങളെയും എന്നെയും പണിയാൻ കഴിയേണ്ടതിനായിരുന്നു. നിങ്ങളെയും എന്നെയും എന്ത് ചെയ്യേണ്ടതിനായിരുന്നു? പണിയാൻ കഴിയേണ്ടതിനായിരുന്നു. ഓക്കെ, so that's it. Don't forget that. He can make your broken life. യേശു കർത്താവിന് നിങ്ങളുടെ തകർന്ന ജീവിതത്തെ പണിയാൻ കഴിവുണ്ട്. So very fastly just go to
Exodus chapter 15, verse 23 to 26. നിങ്ങൾ ആ വാക്യം നോക്കി. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യം നോക്കി. Exodus chapter 23. Exodus chapter 23, Exodus chapter 15, verse 23 to 26. Hallelujah. Are you there? നിങ്ങളുടെ ഉണ്ടോ? So, have you commented any? Okay, നിങ്ങൾ കമന്റ് ഒന്നും ചെയ്തിട്ടില്ല അല്ലയോ? Okay, anyway, God bless you. So, if you have any prayer request, we can share. Okay, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയം നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. Exodus 15, verse 23 to 26. Okay. പുറപ്പാട് 15-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യം. Okay. Now when they came to Marah, they could not drink the waters of Marah, for they were bitter. Therefore the name of it was called Marah. Okay. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. Okay. So in Mara, that was a place when people of Israel was traveling through the desert. They came to this place named Mara. Okay, ഇസ്രായേൽ ജനങ്ങൾ തങ്ങളുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയുടെ നടുവിൽ അവർ എത്തപ്പെട്ട ഒരു സ്ഥലമാണ് മാറ എന്ന് പറയുന്നത്. Okay, there they found a big water place. അവിടെ അവർ വെള്ളം കണ്ടു. But they couldn't drink that water of Mara. Why? Because this water was bitter taste. എന്ന് പറഞ്ഞാൽ വെള്ളം കയ്പായിരുന്നു, കച്ചുപോയിരുന്നു. Now look here in verse 23. Okay, 24. And the people murmured against Moses, saying, what shall we drink? So he cried out to the Lord, and the Lord showed him a tree, and when he cast it into the waters were made sweet. There he made a statue and an ordinance for them, and there he tested them. Okay. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞു മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. Hallelujah. And said, if you diligently heed the voice of the Lord your God and do what is right in his sight, give ear to his commandments and keep all his statutes, I will put none of the diseases on you which I have brought on Egyptians, for I am the Lord who heals you. Hallelujah. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. So now, remember this scripture. It says, see, they came to a place that is named Mara to drink some water. അവിടെ ഇസ്രായേൽ ജനം മാറായിലെത്തിയതിനു വേണ്ടിയ മാറെത്തിയപ്പോ എന്തിനാ അവിടെ പ്രധാനമായിട്ട് ദൃഷ്ടി പതിപ്പിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാനാണ്. ബട്ട് ദർ വാസ് വാട്ടർ. അവിടെ വെള്ളമായിരുന്നു. ബട്ട് ദേ കുഡിന്റ് ഡ്രിങ്ക്. എന്നാൽ ആ വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. സോ നൗ വാട്ട് യു അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് സ്ക്രിപ്ചർ, ദിസ് പോർഷൻ? ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്തോ മനസ്സിലായോ? See, the water in the type, it is like, it is for to drink and quench the thirst, right? സാധാരണ വെള്ളം എന്തിനാ നമ്മള് അടുത്ത് വെള്ളത്തിന്റെ അടുത്തില്ലെന്ന് കുടിച്ച് ദാഹം മാറ്റാൻ വേണ്ടിയല്ലേ, അല്ലെ? And water is for life. That is also true. വെള്ളം എന്തിനു വേണ്ടിയാ? ജീവന് വെള്ളം അത്യന്താപേക്ഷിതമാണ്. So, but it became bitter. അത് കച്ചിരുന്നു എന്ന് വെച്ചാൽ കയ്പായിരുന്നു. So what does that mean? So then God said, I will keep you from sickness. കർത്താവ് എന്നിട്ട് വാഗ്ദത്തം ചെയ്തൊരു കാര്യം, ഞാൻ രോഗം നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും.
രോഗം വരാതെ ഞാൻ നിങ്ങളെ സൂക്ഷിക്കാം. Hallelujah. Then secondly, he said, if you became sick, നിങ്ങൾ രോഗിയാകുന്നെങ്കിൽ, just like water became bitter, വെള്ളം കയ്പായി തീർന്നതുപോലെ. വെള്ളം കയ്പാകേണ്ടതല്ല, പക്ഷെ കയ്പായി പോയി. So God first he promised he will protect you from sickness. ആദ്യ ദൈവം വാഗ്ദത്തം രോഗം വരാതെ സൂക്ഷിക്കാം. But because of our mistake, നമ്മുടെ കുറവ് കാരണം അഥവാ വന്നുപോയ, if sickness come, he promised he is the God who heals you and will give you full lifespan in this life. ആയുഷ്കാലം പൂർത്തിയാക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. So you and I must believe the scripture for your life and my life, right? നിങ്ങളുടെയും എന്റെയും ജീവിതത്തിന് ഈ വചനത്തെ വിശ്വസിക്കേണ്ടതാണ്. Okay. First of all, you must accept Jesus Christ as your Lord and Savior with all your heart. ഒന്നാമതായി യേശു കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷണിക്കേണ്ടതാണ്, കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കേണ്ടതാണ്. Secondly, you must believe his word, believe his promises, to appropriate the life-giving power of God's word. ജീവൻ പകരുന്ന ദൈവവചനത്തെ വിശ്വസിച്ച് സ്വീകരിക്കേണ്ടതാണ്. So now, do you remember this? There is another one scripture in Jeremiah chapter 30 verse 17. ഇരമ്യാ പ്രവാചക പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു കാര്യമുണ്ട്. I will restore health to you and heal you of your wounds. ഞാൻ നിങ്ങൾക്ക് രോഗശാന്തി വരുത്തി നിങ്ങളുടെ മുറിവുകളെ പൊറുപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Hallelujah. So there is a restoring power in the hand of the Lord. കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും പണിയാൻ കഴിവുള്ള ദൈവപ്രവൃത്തിയുണ്ട്. So when you believe that Jesus died on the cross, or he became broken, he became wounded, so that your life to mold your life for the beautiful and to use you mightily for his glory. So when you believe it, the power of God still working in you, the word of God still working in you, and God will mold your life beautifully. യേശു കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടത് നിങ്ങളുടെ പാപക്ഷമയ്ക്ക് വേണ്ടിയാണെന്നും നിങ്ങളുടെ തകർന്ന ജീവിതത്തെ പണിയാനുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്റെ കരം നീട്ടുകയും നിങ്ങളുടെ ജീവിതത്തെ